അവർ നീന്തണ്ടേ? ഒന്ന് നീന്തിയാളൊന്ന് കാണട്ടെ, ഒന്ന് നീന്തിക്കാനൊന്ന് കാണട്ടേന്ന്. നീ ഇങ്ങോട്ട് പോരി, തിരിച്ചോടി. റയാനെ അങ്ങനെ മലർന്ന് നീന്തലുണ്ടാ? മലർന്ന് നീന്തണ് അതാ, മലർന്ന് നീന്തലൊക്കെയൊക്കെ ഞാൻ മലർന്ന് കടന്നുകാണ്ട് അയക്ക് വെക്കൂ. നമുക്കറിയാം നീന്താന്. നിങ്ങളെ വീട് എവിടെടാ? ഇവിടെയാണ്. ഇതൊക്കെ മീനുകൾ പോണോക്കിയേക്ക്. ആ ഇവിടെ അത്ര ആഴൊന്നും ഇല്ല, ഇവിടെ അങ്ങോട്ടാണ്. ഇവിടെ നല്ല ആഴുണ്ടാ? നിങ്ങൾ നിക്കാണ്. ആ അവിടെ ഒക്കെ എത്ര ആഴം തന്നെ ഉള്ളൂ മൊത്തത്തില്? അവിടെ ഇറങ്ങുമ്പോ ആഴം കൂടൂലേ? അവിടെ വെച്ചെടുത്താണ്. എവിടെ നാരങ്ങ കേട്ടാ, നാരങ്ങ ഓറഞ്ച്. ഏനെ എങ്ങനുണ്ട് നീന്തല കണ്ടിട്ട്? ഞാൻ പോയിട്ടാ, ഞാൻ പോയി. നടക്കി നമുക്ക് ഇറങ്ങാൻ ബുദ്ധിമുട്ടുണ്ട്. ചെരുപ്പ് ഷൂ ആയതുകൊണ്ട് ഇറങ്ങാൻ പറ്റൂല. കാലിട്ട് നോക്കിയാ ഇതല്ലേ ചെരുപ്പ് ഇട്ടിക്കുന്നത്. സോക്സ് ആ എന്നാ പറഞ്ഞു. കാലുമ ഷൂ ആണേ. നടക്കി ഓ മഴ പെയ്യുന്നുണ്ട്. നടക്കടാ, തിളപ്പിച്ചറിയാവുള്ള അത് വെയിലട്ടിട്ടാണ്. അത് പാടത്തിന്റെ കാഴ്ചകൾ കണ്ടിരിക്കുന്ന ബാപ്പയും മമ്മിറയും. റയാൾക്ക് ഭയങ്കര പൂതി ഇറങ്ങാനാ. നമ്മളിപ്പോ എന്താന്നറിയോ, ഈ കുളത്തിനെ പറ്റിട്ട് വല്ല ഐഡിയ ഇല്ലാത്ത ആൾക്കാർ. ഇക്കല്ല പൂതിയുണ്ട്, ഇക്കല്ല പരിചയമുണ്ട്. പക്ഷെ എനിക്ക് എന്തിലും അറിയടാ. ചെറിയ ചെറുപ്പൊന്നുമില്ല നീന്തൽ പഠിക്കാന്. ചെറിയ ഒരു കേട്ടോക്ക് ഈ 6 മാസമുള്ള കുട്ടികളൊക്കെ കണ്ടിട്ടില്ലേ വെള്ളത്തിൽ എടുത്തിട്ട് അതൊക്കെ ഉമ്മടാ, അങ്ങനെയൊക്കെ ഉണ്ട്. അവിടെ ഒന്നും അല്ല, ആവശ്യം പൊന്തി.
6 മാസമുള്ള കുട്ടികള് 1 വയസ്സുള്ള കുട്ടികളൊക്കെ വെള്ളത്തേക്ക് ഇങ്ങോട്ട് എടുത്തിട്ടിട്ട് അങ്ങനെ പറ്റില്ല. നീ എന്ന് പഠിക്കണം. അല്ല നമ്മള് കാണാൻ നമുക്ക് സിമ്പിൾ എങ്ങനെ കുറച്ചും കൂടെ അടുന്നിട്ട് കാണിക്കും. ഇവർക്ക് ജസ്റ്റ് ഒന്ന് ഇറക്കി കൊടുക്കാനുണ്ട് അവന്. അങ്ങനെയല്ല പൊന്നോ, കൊറേ ട്രൈ ചെയ്യണം. ഇങ്ങനെ പഠിക്കാണ്ട് നീന്തല് പഠിക്കണം. അറിയാം കുട്ടിക്ക് അറിയാം. ഓന് കണ്ടിട്ടുള്ളതാണ് ഈ പറയുന്നത്. അവസാനം തെറിച്ചയക്കാണ്ട് വിൽക്കുക. അവനടുത്ത് കൊണ്ടായി തരട്ടെ അവിടെ ഇങ്ങനെ സ്വിമ്മിംഗ് പൂൾ. ഇപ്പൊ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാൻ പറ്റാതെ ഇത് നല്ല വെള്ളം ഉണ്ടാവുക. ഇല്ലെന്ന് നല്ല വെള്ളല്ലേ? എല്ലാരും ഇറങ്ങി കുളിച്ച് അതല്ല, അത് തോന്നി വെള്ളമില്ല. അപ്പൊ എത്ര ആൾക്ക് കുളിച്ചാലും വേസ്റ്റ് ആവൂല അത്. അണക്കപ്പൊ എന്റെ സ്വന്തമായിട്ട് പ്രൈവറ്റ് സ്വിമ്മിംഗ് പൂളേ പറ്റുള്ളൂ. ഓർക്കൊരു പെരയ ഉണ്ടാക്കണ്ട ഒറ്റക്ക്. അപ്പൊ ആരും വരില്ലല്ലോ. പൊട്ടനാണിത്. കുഴപ്പമില്ല, കുളിക്കടാ. പണ്ടൊക്കെ ഇങ്ങോട്ടൊക്കെ റയാനെ ഇങ്ങോട്ട് ഇരിഞ്ഞിക്ക്. പണ്ടൊക്കെ കുളത്തില് ഒരു തലക്കെ പശു കുളിക്കും, എരുമ കുളിക്കും, ആൾക്കാര് കുളിക്കും. എടാ ഞങ്ങൾ കുറച്ച് പശുവിനെ കുളിപ്പിക്കുമല്ലോ. അപ്പൊ അതൊന്നും ഇജ്ജ് കണ്ടിട്ടില്ല? അല്ലാ, വലിയ കുളമല്ലേ അതിലേക്ക് ഇറങ്ങി. ഇത് പബ്ലിക് കുളാട്ടെ, അത് അറിയപ്പെടുന്ന CCTV ഒക്കെ വെച്ചിട്ടുണ്ട്. മഴ അല്ലാ, ഇതിപ്പോ കഴിഞ്ഞിട്ടില്ലേ? എന്താണ് തിന്നണ? ജീരകവും നോക്കട്ടെ. തുള്ളി കൊടുത്തല്ലേ? ഓരോന്നാ നിന്നത്. വന്നാല് ഹായ്, ഞങ്ങൾ ഏതായാലും ഒരു കുളം കണ്ടു, എരുമപ്പെട്ടി കുളം. പിന്നെ നെല്ലായ പഞ്ചായത്തിലാണ് എരുമപ്പെട്ടി. ഇതൊരു എരുമപ്പെട്ടി കുളം എന്നാണ് ഇതിന്റെ പേര്. ഇനിയിപ്പോ പണ്ട് എങ്ങാനോ എരുമനെ കുളിപ്പിച്ചിരുന്ന സ്ഥലാണോ എന്നൊന്നും പറയാൻ വയ്യ. എന്തായാലും എരുമപ്പെട്ടി സ്ഥലം. പിന്നെ അവിടുത്തെ കുളാണ് അത്. നെല്ലായ പഞ്ചായത്തിലാണ് വരുന്നത്, പാലക്കാട് ജില്ല. എരുമപ്പെട്ടി എന്നുള്ള പേരൊക്കെ അത്രാണ്ട് ഇഷ്ടപ്പെടുന്നില്ല. അല്ല, എരുമപ്പെട്ടി എന്നുള്ള പേര് ഇഷ്ടാവാത്തതിന് കാരണം എന്താന്ന് അറിയോ? ചില പണ്ട് കാലത്ത് എരുമകളൊക്കെ കുളിപ്പിച്ചിരുന്ന സ്ഥലമാണെങ്കിലോ, ഇനി എരുമന്റെ പെട്ടിയും കുടലൊക്കെ ആരെങ്കിലും കൊടുന്ന് ഇവിടെ വലിച്ചെറിയുന്ന സ്ഥലമാണെങ്കിലോ, അങ്ങനെയൊക്കെയാണ് ഈ പേര്. പണ്ടത്തെ കാലത്ത് പേരിടുമ്പോ നമ്മളൊന്നും നോക്കൂല, കിട്ടിയ സാധനത്തിന്റെ പേരാണ് ഇടും. പറയാനേ ആനൊഴുക്ക് ആനൊഴുക്ക് പാലെന്ന് പേര് വന്ന എന്തുകൊണ്ടാണ്? അതുകൊണ്ടല്ല, ആന അല്ല ഭയങ്കര വലിയ ഒഴുക്കായിരുന്നു അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആന പറഞ്ഞത്. അത് ബാപ്പ എപ്പോഴോ പറഞ്ഞൊരു ആനൊഴുക്ക് എന്ന് പറഞ്ഞ ഭയങ്കര ഒഴുക്കുണ്ടാവും. ചില ആളുകൾ ചോദിക്കും അവിടെ ആന ഒഴുകിക്കണോന്നൊക്കെ. അതെല്ലാം സംഭവം ഭയങ്കര ഒഴുക്കായിരുന്നു ഒരു കാലത്ത് ഭയങ്കര ഒഴുക്കായിരുന്നു. ആരെങ്കിലും ഒരാള് പറയും എന്റെ കുട്ടിക്ക് ഇറങ്ങാന്, അമീറാക്ക് ഇറങ്ങാന് വേണ്ട. എന്താന്ന് പല സ്വിമ്മിംഗ് പൂളിൽ വെള്ളം. യെസ്.
തെളിഞ്ഞ വെള്ളമുള്ള നല്ലൊരു കുളം. നല്ല വെള്ളം തന്നെയാണ്. അതില് നീന്താൻ എന്റെ കുട്ടിക്ക് നല്ല ഞാൻ കാലിട്ട് നോക്കി വെള്ളത്തിൽ. എനിക്ക് നിലം കാണണോ അല്ലെങ്കിൽ കുളിക്കാൻ നിക്കതാ ഡ്രസ്സൊക്കെ എടുത്ത് എനിക്ക് നിലം കാണണം. കുളത്തില് കാലുമേല അമീബ കടിക്കണ്ട. നോക്കിയിട്ട് നമ്മളെ അമ്മ തന്നെ നോക്കണം. ഒരു ഓയോട് നീന്തിപ്പിച്ച് നമുക്ക് നാരങ്ങയൊക്കെ തന്നിട്ടൊക്കെ പറയാൻ. എന്നാലും അവർക്ക് സമ്മാനവും കൊടുത്ത് നീന്തിയ. നമുക്ക് ഏതായാലും എരുമപ്പെട്ടി കുളത്തിന്റെ അവിടുന്ന് നമ്മള് ഇറങ്ങി എരുമപ്പെട്ടി കുളം. അങ്ങനെ നമ്മൾ ആനകൾക്ക് പാലം പോലെ തന്നെ ഒരു എരുമപ്പെട്ടി കുളം, അതായത് പഴയ കാലത്ത് എരുമയുമായി ബന്ധമുള്ള ഒരു കുളം. കുളിപ്പിച്ചിട്ടുള്ളൊരു സ്ഥലം. യെസ്. അതാണ് അങ്ങനെ നമ്മള് നമ്മുടെ നെല്ലായ പഞ്ചായത്തിലെ എരുമപ്പെട്ടി കുളത്തിൽ നിന്ന് കുളിക്കാതെ കണ്ടു നിന്നു. ആ കുട്ടികളുണ്ട് അവിടെ എന്താ കുളിക്കത്തി നീന്തിട്ട് അതേപോലെ ഞാൻ നീന്തലുണ്ടല്ലോ. അങ്ങനെ എനിക്ക് നീന്താനല്ലേ നിനക്ക് കറന്നിട്ടില്ല കാല് ഇങ്ങനെ കാലല്ല പറയാ സിമ്പിൾ ഒരു പ്രാവശ്യം ചെയ്തോ. കുളത്തിനടുത്ത് എറിയും. ഒന്നും ഉണ്ടാതിരിക്കേ. മുങ്ങി ചാവണേ റയാനും നീന്തു. കാണുന്ന കുളാണെങ്കിൽ എന്ത് കുളം അത് പഠിക്കണം മുട്ടേ. സൈക്കിൾ ചവിട്ട് പഠിച്ച പോലെ അറിയാലോ. സൈക്കിൾ ചവിട്ട് പഠിച്ചില്ലേ, അതേപോലെ നീന്തലും പഠിക്കണം. നീന്തൽ പഠിപ്പിക്കാന്ന് പറഞ്ഞിട്ട് നമ്മളെ സ്കൂളിലൊക്കെ ഉണ്ടല്ലോ. നമുക്ക് കാണുമ്പോ സിമ്പിൾ ആയി തോന്നും, പക്ഷെ ചെയ്യാൻ കുറച്ച് പ്രയാസമുണ്ട്. പ്രയാസം തന്നെ ആരെയും സിമ്പിൾ എന്ന് പറഞ്ഞു. എവിടെ നീന്തിക്കണേ ഇതിന്റെ ലോഷൻ നമുക്ക് നീന്താതെ ആർക്കും ഇത് വരില്ല. പഠിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് അറിയാം. ഏകദേശം അതിന്റെ ആക്ഷൻ ഒക്കെ അവനക്ക് നന്നായിട്ട് അറിയാം. ഇനി അത് പഠിക്കാതെ നിന്റെ കുട്ടി ഒരു നമ്മളെ അതെ വളർത്തിയാകുമ്പോൾ നല്ല ചെയ്യരുത്, നല്ല സ്പീഡിൽ വേണം ചെയ്യാൻ. ഇല്ലെങ്കിൽ മുങ്ങിട്ട് എന്റെ അമീറ ശരിക്കും വിവരിച്ചു തരും. ഒന്ന് വിവരിച്ചു കൊടുത്താ പൊന്നോ. നീന്തല് പറഞ്ഞെടുത്ത പൊന്നെ ഇങ്ങനെ കൈ കൊണ്ടൊക്കെ എങ്ങനെ കാട്ടിക്ക, കാലുകൊണ്ട് കാലോട്ടും കാട്ടും അങ്ങനെ ഒന്നുമല്ല. അങ്ങനെ പിടിക്കേണ്ട ആവശ്യമൊന്നും അങ്ങനെ പിടിക്കണമെങ്കിൽ മലന്നിട്ട് നീന്തണ്ട്. മലന്നിട്ട് കൈ കറക്കിട്ട് കാലോണ്ട് അങ്ങനെ മുന്തിയ ഇങ്ങോട്ട് ഇങ്ങോട്ട് എത്തിക്കോളും. കാലോട്ട് കൈയോട്ട് ഇങ്ങനെ ആക്കുമ്പോ വേഗത്തിൽ ഇങ്ങനെ ഉപ്പുവെള്ളം നീ പഠിക്കുന്ന പാടി കിടക്കും. ഉപ്പുവെള്ളമാണ് പേടിക്കേണ്ട പാടി കിടക്കും. ചാവ് കടലുണ്ടല്ലോ, ചാവ് കടലില് പൊന്തി കിടക്കും. ചാവ് കടൽ നടന്നിട്ട് ഒരു കടലിനെ കുറിച്ച് ഒന്നും പോയി ചാടാൻ നിക്കണ്ടേ. നമ്മളവിടുത്തെ പുഴയിലൊക്കെ താന്നു. പുഴയിലല്ല കടലില്. കടലിലും പുഴയുണ്ടല്ലോ. ഞാൻ പറയുന്നത് ഉപ്പുവെള്ളം ആയതുകൊണ്ട് താവൂല. അത് അത്രയും നല്ല ഉപ്പാണ്. അല്ലാതെ പട്ടിനെ അങ്ങനെ വിളിച്ചൂടാ. പിന്നെ പട്ടി മനുഷ്യന്മാരെ വിളിക്കാൻ പറ്റും പട്ടിയെന്ന്. പക്ഷെ ഒരു മര്യാദ അല്ലേ പട്ടികളെ പട്ടിയെന്ന് വിളിക്കണേന്. ഓ നായേ അങ്ങനെ പറയാവുള്ളൂ. അത് ഇത് പാലക്കാട്ടുകാർക്ക് പോന്നായെന്നുള്ളത് ഇതാണ്. തെറിയാ എന്നാ പോന്ന് പറഞ്ഞാ മതി. ചെറുപ്പുളശ്ശേരി അങ്ങാടിയിലേക്ക് സ്വാഗതം. നമ്മളെ അങ്ങാടി എന്നല്ല പറയാ, ഇവിടെ എന്താടി പറയാ? അങ്ങാടി തന്നെയാണോ പറയാ? ഇവിടെ എന്താ പറയാ? നിങ്ങളെ നാട്ടിൽ എന്താടി പറയാ സൽമോ? എന്റെ കാൽമത ആണി കുത്തിക്കരടോ. ഓള് പോയി തീറ്റി അടിച്ച് 10 വയസ്സിന്റെയും കുത്തിക്കണ അവളെ. രണ്ടും ഒരുമിച്ച് കുത്തി കൊടുത്ത്. ഓള് അല്ലാക്കിന്റെ കൈ അനക്കാൻ വെച്ചേ നല്ല ക്ലാസ്. ഞങ്ങളോളെ കൈ പിടിച്ച് ഇളക്കിയിരുന്നു. കൈ ഇളക്കിയിട്ടില്ലേ ഞാൻ 2-3 ദിവസത്തിന് കൈ ഇളക്കാനേ പറ്റൂല. ഇളക്കാൻ പാടുണ്ടോ? ഇളക്കണം. ഞങ്ങളോളെ കൈ ഇടക്കിടക്ക് പിടിച്ച് വലിക്കുന്നു.
അങ്ങടെ ഓളെ കൊണ്ട് ഡാൻസ് ഒക്കെ കളിപ്പിച്ചു അന്നേന്ന് ഞങ്ങളെ സ്കൂളിൽ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു വിക്ടറിയുടെ. അടിപൊളി ചുരിദാർ പകുതി വര നിർത്തി കൊടുക്കും. പകുതി വരാന്ന് എഴുതിക്കുന്നത് നല്ല അടിപൊളി മോഡൽ ചുരിദാർ. എനിക്ക് ഇഷ്ടമുള്ള ചുരിദാർ. പകുതി വില എന്ന് പറഞ്ഞാൽ 1500 പകുതി. 500 2000-ന്റെ ആവും. വലിയ അടിപൊളി ഡ്രസ്സാ. പകുതി എത്രയാ? 1000.